guys, welcome to my room tour. അത് വെക്കാം. ഇനിയും നമുക്ക് റൂം കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കയറി വരുമ്പോൾ ഉള്ള സീറ്റിംഗ് ഏരിയ. സർപ്രൈസ് ആയിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ളൊരു സീറ്റിംഗ് ഏരിയ. ഭയങ്കര കോസി ആയിട്ട് ഒരു ക്യൂട്ട് ഏരിയ അല്ലേ? ഫ്ലോറിംഗ് ഒക്കെ നോക്കിക്കേ. ഒരു കൈൻഡ് ഓഫ് ഇവിടെ മെയിൻലി ഒരു ഗോൾഡൻ ഷിമറി തീമിലാണ് നമുക്ക് കാണാം അല്ലേ? കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ, ഒരു യെല്ലോ, ഒരു ഷിമറി തീമാണ്. ആൻഡ് ഇതൊക്കെ നമുക്ക് നല്ല നല്ല രസമുണ്ട്. ഒരു ഭയങ്കര കോസി ഫീലാണ്. ഇവിടെ നമുക്കൊരു ക്യൂട്ട് റൂമുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് റൂം എന്ന് പറയാൻ പറ്റുന്ന ക്യൂട്ട് ബെഡ് ഏരിയ. നല്ലൊരു കിങ് സൈസ് ബെഡാ അല്ലേ? പിന്നെ ഇവിടെ ഒരു നമുക്ക് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്ന കബേർഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ലഗേജസ് വെക്കാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്യൂട്ട് വാഷ്റൂം ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് വാഷ്റൂം. നല്ല മിററൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാലും മിറർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വാ. Here we go. ഈ ഡോർ ഇങ്ങനെ തുറന്ന് നമ്മൾ ചെല്ലുന്നത് വേറൊരു ലോകത്തേക്കാണ്. നമ്മളിപ്പോൾ ഇതേപോലെ ഒരു വേറൊരു സീറ്റിംഗ് ഏരിയ പോലൊരു ഹോള്. ഭയങ്കര രസമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇരുന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും അല്ലേ? ഭയങ്കരമായിട്ട് കണ്ടോ, സമയം എങ്ങനെ പോകുന്നു അറിയില്ല കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോൾ പോലെ ഞങ്ങൾ തന്നെ ഇപ്പൊ കയറിയിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മുടെ ലഗേജ് എടുത്തു വെച്ചില്ല. വി ഹാവ് എ ബിഗ് മിറർ. ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്കിവിടെ ഈ മിററിൽ നിൽക്കാം. കൊള്ളാല്ലേ അല്ലേ? ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ ഒരു ലഗേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ ലഗേജ് വെക്കാൻ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്നെ പോലെ ഒരാൾ എന്തെങ്കിലും പോവാണെങ്കിൽ ഫുള്ള് സാധനങ്ങൾ എടുത്തോണ്ട് വരുന്ന ഒരാൾക്ക് പറ്റിയ സ്ഥലമാണ്. ഇവിടെയും കബോർഡുണ്ട്. വീട് കണ്ടോ? ഇതാണ് മെയിൻ ഏരിയ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഭയങ്കര സ്പേഷ്യസ് ആണെന്ന് പറയാം. നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇവിടെ നല്ലതായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് എന്താ പറയുന്നത്, ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. ഭയങ്കര രസമുള്ളൊരു ഏരിയ. നമ്മുടെ എന്ത് രസമല്ലേ? ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയേ. എല്ലാം ഒരു ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ തീമാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ തീമിലാണ് പോലെ. ഒരു വാം കോസി ഓവർ ലൈറ്റ് ഒക്കെ ഒന്നും ഇല്ല. ഇപ്പൊ ആക്ച്വലി കുറെ നാച്ചുറലൈസ് ആണ് നമുക്ക് ഈ വരുന്നതെല്ലാം അല്ലേ? ഇപ്പൊ കേർട്ടൻസ് ഇട്ടെങ്കിൽ ആ നാച്ചുറലി ഉള്ള ഇതാണ്. ഭയങ്കര കോസി ആയിട്ട് തോന്നിക്കത്തക്ക രീതിയിലാണ് റെഡി ആക്കിയിരിക്കുന്നത്. അടിപൊളി. എവിടെ എന്താണ് ഫോട്ടോ എടുക്കാം അല്ലേ? കൊള്ളാല്ലേ? ഇതാണ് നമ്മുടെ മീൻ. ആര് കിടന്നാലും ഞാനിവിടെ കിടക്കും. എൻ്റെ കൂടെ ആര് കിടക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമേ അല്ല. പക്ഷെ ഞാനിവിടെ കിടക്കും. കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വാഷ്റൂം കാണാം. വാഷ്റൂം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ വാഷ്റൂമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ നമ്മുടെ വാഷ്റൂം. ഇത് എല്ലാം ഗോൾഡൻ ഫിനിഷാണ് കംപ്ലീറ്റ്ലി. എല്ലാം ഒരു ഗോൾഡൻ ഫിനിഷ്. നമുക്കത് കിട്ടുന്നില്ലേ വീഡിയോയില്? ഗോൾഡൻ ആ ഒരു ഷിമറി എഫക്ട്. ഇവിടെ വലിയ മിററുണ്ട്. ഇവിടുത്തെ ഷവർ ഉൾപ്പെടെ ഗോൾഡൻ ആണ്. എല്ലാം ഗോൾഡൻ ടീ. സോ യാ, ഇവിടെ എല്ലാം ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. എല്ലാം സാധനങ്ങൾ വെക്കാനായിട്ട് കംപ്ലീറ്റ്ലി കബോർഡ്സ്, അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ആൻഡ് ബാക്കി ടോയ്ലറ്ററീസ് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ മെയിൻ കാര്യം അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ. ഭയങ്കര രസമാണ് കാണാൻ. ഒറ്റ കാര്യമുള്ള നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മങ്കീസിനെ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞുണ്ട്. അടിപൊളിയായിട്ടില്ലേ? അങ്ങോട്ടൊക്കെ ഭയങ്കര വ്യൂ. ആൻഡ് സ്പെഷ്യലി നല്ല ക്ലൈമറ്റാണ്. ഒട്ടും ചൂടുമല്ല, ഒട്ടും തണുപ്പുമല്ല. നല്ല ക്ലൈമറ്റ് അല്ലേ? അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ആൻഡ് മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എവിടെ നോക്കിയാലും മിററുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
നോക്കി, ഇവിടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചായ ഒക്കെ കുടിക്കാനോ കോഫി കുടിക്കാനോ ഒക്കെ വൈകുന്നേരം ഇവിടെ ഇരിക്കാം. പിന്നെ അതൊന്നും വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ. ആക്ച്വലി ഇവിടെ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ, പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല. നല്ല ബോമായിട്ട് ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടിപൊളി റൂം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കർക്കാട്ടിൻ്റെ ഒരു അടിപൊളി തീമിലുള്ള ഒരു ഗോൾഡൻ തീമിലുള്ള റൂമാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു 4 പേർക്ക്, നമ്മളിപ്പോൾ ഞങ്ങൾ 4 പേരാണ്. നമുക്ക് 4 പേർക്ക് ഇത് ധാരാളമാണ്. സ്പെഷ്യലി നമ്മളൊരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് ഒട്ടും ഒരു എന്താ പറയുക, ഒട്ടും ഒരു ഇത് തോന്നില്ല. ഇവിടെ ഒരു റെപ്യൂട്ടേഷൻ തോന്നില്ല. എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ, ഈവൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ കംപ്ലീറ്റ്ലി ഏതൊക്കെ ഹോളിൽ നിന്ന് ഫോട്ടോ എടുക്കും എന്നാണ് എൻ്റെ ഇപ്പോൾ ഡൗട്ട്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കോസ്റ്റ്യൂംസും എനിക്ക് എടുത്ത് തീർക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സോ അപ്പോൾ അതാണ് നമ്മുടെ റൂം ടൂർ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ റൂം ടൂർ. പിന്നെ അപ്പോൾ എന്താ, അപ്പം ബാക്കി കാര്യങ്ങൾ പറക്കാട്ടിൽ, ഇത് പറക്കാട്ടിൻ്റെ മൂന്നാറിലുള്ള റിസോർട്ടിലാണ് നമ്മളുള്ള പറക്കാട്ട് നേച്ചർ റിസോർട്ട്. സോ ഇവിടെ വേറെ കുറേ പരിപാടികളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വഴിയെ നിങ്ങളെ കാണിക്കാം. ഞാനിതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തായാലും പോകാൻ പോകും. ഞങ്ങൾ എല്ലാം പോലെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങളുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് എന്തായാലും 2 ദിവസം അടിച്ച് പൊളിച്ചിട്ടേ പോകാൻ പോകുന്നുള്ളൂ. അടിച്ചു പൊളി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലാക്സേഷനാണ്, റിലീഫ് തരുന്നൊരു ടൂറായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. സോ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ആക്ടിവിറ്റീസിനൊക്കെ ഇറങ്ങും. സോ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.